ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഇന്ന് ഫെബ്രുവരി 26, ജനുവരി 1 തുടങ്ങിയ നമ്മളെ വെയ്റ്റ് ലോസ് ജേണിയാണ്. ഇപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഒരു കാലറി വെച്ചിട്ടാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറേ നാളായി ഒരേ തരത്തിലുള്ള ഫുഡ് കഴിക്കുന്നത്, 2 മാസമായിട്ട് ഒരേ ടൈപ്പിലുള്ള ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം വൈകുന്നേരമാണ്. മാക്സിമം എല്ലാ വൈകുന്നേരങ്ങളിലും കഴിക്കുന്ന ഒരു ഫുഡാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതല്ല, ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾക്കൊരു റൈസ് കേക്ക് ഉണ്ട്, റൈസ് കേക്ക് വിത്ത് പീനട്ട് ബട്ടർ കഴിക്കും. അതിൻ്റെ കൂടെ ഒരു വിത്തൗട്ട് ഷുഗർ ബ്ലാക്ക് കോഫി. ഇതാണ് നമ്മൾ ഡെയിലി നമ്മളെ സ്നാക്കായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതാണ്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ക്രേവിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ നമ്മൾ ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഒരു കട്ടൻ കാപ്പിയും ആക്കി അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഒരു റൈസ് കേക്കും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോ കാലറി സ്നാക്ക് റെഡി. അതുകൊണ്ട് നമുക്കത് റെഡിയാക്കാം ഗൈസ്. പിന്നെ ഇത് നമ്മളെ രാത്രിത്തേക്കുള്ള ചിക്കനാണ്. ചിക്കൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഈ സാധനം എപ്പോൾ നമ്മളെ കിച്ചണിൽ കാണും. അതുപോലെ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ബ്രൗൺ റൈസ് കേക്കും ഡോക്ടർ ചോയ്സിൻ്റെ പീനട്ട് ബട്ടറുമാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു കോഫി പൗഡർ. ഇതൊന്ന് ഇവിടെ വെച്ചിട്ട് ബാക്കി നോക്കാം. അങ്ങനെ നമ്മളെ പരിപാടി തുടങ്ങിയാണ് ഗൈസ്. എന്താന്ന് ഞാൻ പറയാൻ വന്നത്, എൻ്റെ ഗ്ലാസ് ഇവിടെ, ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കാം. ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് പോവാം. വെള്ളം ചൂടാകുന്ന സമയം നമ്മൾ കുറച്ച് കോഫി പൗഡർ എടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടൊന്നും ഇല്ലാണ്ടാണ് നമ്മളിപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ അധികം എനർജീൻ്റെ ആവശ്യം വരാറില്ല. കാരണം വർക്കൗട്ടൊക്കെ വളരെ കുറവാണ്. ജിമ്മിലൊക്കെ പോകുന്നത് വളരെ കുറവാണ്. ജിമ്മിൽ ആകെ പോയതാ ജനുവരിയിൽ പോയതാണ്. പിന്നെ ഇതുവരെ ജിമ്മ് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഈസ് നോ ജിം. അതായത് രാവിലെ കുറച്ച് ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നല്ലാണ്ട് വേറെ ഒന്നും അധികം പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ നമുക്കൊരു കോഫി കുടിക്കാം. അതിനാണല്ലോ നമ്മളിപ്പോൾ വീഡിയോ തുടങ്ങിയത്. അപ്പം നമുക്ക് കോഫി ചൂടായിട്ടുണ്ട്. നമ്മൾ കോഫി ഗ്യാസ് ഓഫാക്കാൻ പറഞ്ഞു. നമ്മൾ കോഫി റെഡിയായി. അതിൻ്റെ കൂടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ഫുൾ എടുക്കില്ല, കുറച്ചെടുക്കും. ഹാഫ് ടീസ്പൂൺ എടുക്കും. ഹാഫ് ടീസ്പൂൺ എന്ന് പറയുന്നത്, ഒരു ഫുൾ ടീസ്പൂൺ എന്ന് പറയുന്നത് എത്ര കാലറീസാണ്? ഇതിലെത്ര കാലറീസാണ് ഗൈസ്? ഒരു സെർവിങ് എന്ന് പറയുന്നത് 15 ഗ്രാം, അതായത് ഒരു ടേബിൾ സ്പൂണിൽ ഏകദേശം 86 കാലറീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഹാഫേ എടുക്കുന്നുള്ളൂ, ഒരു 7.5 ഗ്രാം എടുക്കുന്നില്ല. അതായത് ഹാഫ് ടേബിൾ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 40 ഗ്രാംസോളം വരും. അതിൻ്റെ കൂടെ തന്നെ ഒരു റൈസ് കേക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ റൈസ് കേക്കിന് 30 കാലറീസാണ് പെർ കേക്കിന് ഇടുന്നത്. പൊട്ടിപ്പോയി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതെടുക്കാം, റൈസ് കേക്ക് വിത്ത് പീനട്ട് ബട്ടർ. അതാണ് നമ്മളെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഗൈസ്, വേറെ ഒന്നുമില്ല. നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് കുറേ നാളായിട്ട് ഒന്നുമില്ല, ഒരു പരിപാടിക്കുമില്ല, എന്താ പറയുക, പുറത്തത്തെ ഒരു ഫുഡും കഴിക്കില്ല. കാരണം നമുക്ക് വെയിറ്റ് കുറക്കാനുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മളെ സ്പൂണ് കാണുന്നില്ല,
അപ്പോൾ നമ്മളൊരു എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രം വെച്ച് വെയിറ്റ് ഒന്ന് മെഷർ ചെയ്യാം. ഇത് വെയിറ്റ് ഇപ്പം ഈ റൈസ് കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 9 ഗ്രാമാണ് ഇതിൽ കാണിക്കുന്നത്. അത് നമ്മൾ 0 ആക്കുക. 0 ആക്കിയിട്ട് നമ്മളൊരു 7 ഗ്രാംസ് പീനട്ട് ബട്ടർ എടുക്കുക. പീനട്ട് ബട്ടർ ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഫാറ്റ്. അധികം എടുത്തു കഴിഞ്ഞാൽ നല്ല ഫാറ്റ് കണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തടിക്കാൻ നല്ല ചാൻസ് ഉള്ള സാധനമാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം കുറച്ച് യൂസ് ചെയ്യുക. നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് 7 ഗ്രാം കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. 7 ഗ്രാം നമ്മൾ കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. 7 ഗ്രാം ഇത് കണ്ട വേറെ ഒന്നും തോന്നും, പക്ഷെ ഒന്നും തോന്നണ്ട. 7 ഗ്രാം കറക്റ്റ് എടുത്തിട്ടുണ്ട്. 7 ഗ്രാം എന്ന് പറയുന്നത് ഏകദേശം നമ്മളൊരു 40 കാലറീസോളം വരും ഈ 7 ഗ്രാം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോൾ നമ്മൾ 70 to 80 കാലറീസാണ് അറൗണ്ട് നമ്മൾക്ക് ഈ ഒരു സ്നാക്കിൽ കിട്ടുന്നത്. ബ്ലാക്ക് കോഫി എന്ന് പറയുന്നത് ആക്ച്വലി നോ കാലറീസ് ആണ്, പക്ഷെ എന്നാലും ഒരു 2 കാലറീസ് നമ്മൾ കൂട്ടിക്കോ. അതിൻ്റെ ആവശ്യമില്ല, നെഗോഷ്യബിൾ ആണ് 2 കാലറീസ് ഒക്കെ. പക്ഷെ എന്നാലും നമ്മൾ ഇതാണ്. പിന്നെ അടുത്തത് നമുക്ക് ഇതൊന്നും എടുത്ത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് കഴിക്കാം. പിന്നെ നമ്മൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം വേണം. നമ്മളെന്തിനാ ജീവിക്കുന്നില്ല കാര്യത്തിന് നമുക്കൊരു എന്താ പറയുക, ഒരു സാധനം വേണം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ലക്ഷ്യബോധം വേണം. നമ്മൾ എവിടെ എത്തണം, നമ്മൾ എന്തിനാ ജീവിക്കുന്നില്ല, ഒരു ലക്ഷ്യബോധം വേണം. നമുക്ക് ലൈഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ലൈഫ് ലക്ഷ്യം വേണം. ലക്ഷ്യം കഴിക്കാൻ കഴിയുക അടിപൊളിയാണ് ഗൈസ്. ഡോക്ടർ ചോയ്സിൻ്റെ പ്രോട്ടീൻ ഓട്സ് ഫുൾ ടൈം ഓട്സിന് ഡോക്ടർ ചോയ്സിൻ്റെ ഇതായതുകൊണ്ട് നല്ല ടേസ്റ്റുണ്ട്. നല്ല പ്രോട്ടീനും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ഒരു എനർജി സോഴ്സും കൂടിയാണ്. റൈസ് കേക്ക് എന്ന് പറയുന്നത് കാർബ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് എനർജിക്കെല്ലാം നല്ലതാണ്. ഒന്നുമില്ല, നമ്മളെ പൊരിയാണ് സാധനം. ടേസ്റ്റ് ഗുഡ്. ഞാനിവിടെ തന്നെ നമ്മുടെ സാധനമില്ല, ബ്ലാക്ക് കോഫി. ഫാറ്റ് ലോസിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് ഈ എന്താ പറയുക, കോഫി. ഇപ്പം നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എടുക്കുന്നത് 2 ഹോൾ എഗ്ഗ്, ചില ദിവസം 2 അല്ലെങ്കിൽ 3 എഗ് വൈറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഒരു 4-5 മുട്ട ഒരു ദിവസം കഴിക്കും. പിന്നെ ഉച്ചക്ക് നമ്മൾ കഴിക്കുന്നത് സെക്കൻഡ് മീലായിട്ട് എടുക്കൽ 100 ഗ്രാം റൈസ്, 150 ഗ്രാം ചിക്കൻ, 100 ഗ്രാം കുക്കുംബർ. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ലഞ്ച്, ഒരേപോലെയാണ് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ ഈ എന്താ പറയുക റൈസ് കേക്ക് എടുക്കും. റൈസ് കേക്ക് ഞാൻ ഏകദേശം വിശക്കുന്ന സമയത്തെല്ലാം 1-2 പ്രാവശ്യം എടുക്കാറുണ്ട്. പക്ഷെ അത് ഹാഫ് ടീസ്പൂണായിട്ട് എടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം കലോറി കട്ട് ചെയ്യും. അതുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നൈറ്റിലും സെയിമാണ്. ഒന്നിക്കൽ ഗോതമ്പിൻ്റെ ദോശ അല്ലെങ്കിൽ ചപ്പാത്തി. ഇതെല്ലാം 100 ഗ്രാംസിന് മുകളിൽ പോകില്ല, 100 ഗ്രാംസ് വരെ മാക്സിമം പോകും. 2 ചപ്പാത്തി എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ എടുക്കുന്നത് 50-50 വെച്ച് ഒരു 100 ഗ്രാമിൻ്റെ ചപ്പാത്തി അങ്ങനെ എടുക്കും. പിന്നെ ഒരു 150 ഗ്രാം ചിക്കൻ എഗെയിൻ, പിന്നെ 100 ഗ്രാം കുക്കുംബർ.
ഇതാണ് നമ്മൾ ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം വെള്ളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഡെയിലി 3 ലിറ്റർ കുടിക്കണമെന്നാണ്. പക്ഷേ മാക്സിമം ഞാനൊരു 2 ലിറ്റർ ഇപ്പോൾ പോകുന്നില്ല. എന്താ പറയുക, സമയം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. 2 ലിറ്റർ മാക്സിമം കുടിച്ചാലായി. വെള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പ്രശ്നമില്ല, ബാക്കി എല്ലാം അടിപൊളിയാണ്. പ്രോട്ടീൻ ഇൻടേക്ക് ആയാലും കലോറി ഡെഫിസിറ്റ് ആയാലും എല്ലാം അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വാട്ടർ ഇൻടേക്ക് മാത്രമാണ് എൻ്റെ ഡയറ്റിൽ പ്രശ്നമായിട്ട് വരുന്നത്. പക്ഷേ അത് ഇച്ചിരി പ്രശ്നമാണ്. പക്ഷെ എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്യണം. ആദ്യമായിട്ട് നമുക്ക് ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമുണ്ടായി. ഷുഗർ കട്ട് ചെയ്ത് ഒരു ക്രേവിങ്സും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ നമ്മളൊരു കണ്ടിന്യൂസ് ഒരു 1-2 ആഴ്ച എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രേവിങ്സ് എല്ലാം പോയി കിട്ടും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾക്ക് സ്ട്രഗ്ലിങ് പീരീഡ് ഉണ്ട്. ആ സ്ട്രഗ്ലിങ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഷുഗറൊന്നും വേണ്ട. പക്ഷേ ഷുഗർ ക്രേവിങ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യം എന്തായാലും നല്ലതാണ്. പിന്നെ ഞാൻ ഷുഗർ ക്രേവിങ്സ് ഉള്ള സമയത്ത്, അത് ചായ ആദ്യം വിട്ട സമയത്ത് ചായയിൽ പഞ്ചസാര ഇടാണ്ട് കുടിക്കാൻ തോന്നില്ല. കാരണം ഞാനൊരു ചായ അഡിക്റ്റാണ്, ഞാൻ എവിടെ പോയാലും ചായ കുടിക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീവിയാണ് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ സ്റ്റീവി യൂസ് ചെയ്തില്ല. ഈ സാധനമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, സ്റ്റീവിയ. പക്ഷേ ഇതും ഒരു മധുരത്തിൻ്റെ ടേസ്റ്റിലുണ്ടെങ്കിലും പക്ഷേ വലിയ മധുരമൊന്നുമില്ല. അതുകൊണ്ട് അതും വിട്ടു. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറക്കണം. വെയിറ്റ് നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68 to 70 kg ആണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് 81 kgsയിലാണ്. ഇനി അതായത് ഞാനൊരു 6 മാസമെങ്കിലും പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മളിപ്പോൾ 2 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇനിയൊരു 3-4 ഏകദേശം 3 to 4 kgs കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ 68 ആ ഒരു റേഞ്ചിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. ഞാൻ വെയിറ്റ് കുറക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക് ബോഡി ഉണ്ടാക്കണമെന്നാണ്. അതായത് ബോഡി ബിൽഡർ ആവേണ്ട, അത്ലറ്റിക് ബോഡി. ഏത് സ്പോർട്ടും കളിക്കാൻ പറ്റിയ ഒരു ബോഡി ഉണ്ടാക്കണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്, അതുകൊണ്ട് അത് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് വെറുതെ ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കുറേ നാളായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നാലും സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. പ്രശ്നമൊന്നുമില്ല ഗൈസ്, നമുക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഈ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ എല്ലാവരും ഒന്ന് സഹായിക്കണം. പിന്നെ ഈ ഡയറ്റ് എന്നെല്ലാം പറയുന്നത് ഭയങ്കര ചിലവേറിയ കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മോണിറ്റൈസ് ചെയ്ത് എന്നെ നശിപ്പിക്കണം എന്നല്ല, രക്ഷപ്പെടുത്തണം ഗൈസ്. ബൈ. ഇനി ഇതുപോലെയുള്ള ഡെയിലി വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കും ഗൈസ്. അപ്പോൾ ബൈ.